Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay, starting Anamga. Start with prayer, cut of three, and signing. Okay, prayer. Everything I am, everything I am, everything I be, everything I be, I give it to you, Lord, I give it to you, Lord, and do it thankfully, thankfully. Everything I have, everything I have, all you given me. All you given me, I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Is a gift to you. Is a gift to you. Okay, and then Sign in. Good afternoon, everyone. On behalf of all the students, I would like to extend a warm welcome to our ma'am. We are thrilled to have you join our online classroom and are excited to learn from your expertise and passion for Montessori course. We know that our virtual learning experience will be both engaging and inspiring. Once again, I welcome you all to today's session. okay. Thought of the day. Do small things with great love, Mother Teresa. I repeat, do small things with great love, Mother Teresa. Thank you. Okay, then how are you all? Have you had your lunch? Yes, ma'am. Okay, lunch കഴിച്ചു. ആക്റ്റീവാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? മീൻസ് നമ്മുടെ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആയി. എന്തായിരുന്നു? ഏതെങ്കിലും പുതിയ പ്രപ്പോസിഷനെ കുറിച്ച് അറിയണമെന്നോ അല്ലെ പറഞ്ഞിരുന്നോ ഞാൻ? യെസ് മാം പറഞ്ഞിരുന്നു. ഓക്കെ. നമ്മളോട് നോക്കി വരാൻ കൊണ്ടുവരും. എന്തോ? നമ്മളോട് പ്രപ്പോസിഷൻസ് നമുക്കറിയാവുന്നത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ 2 പ്രപ്പോസിഷൻ വെച്ചിട്ട് ഓരോരുത്തര് പറയുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ആരെങ്കിലും നോക്കിയിരുന്നോ? യെസ് മാം നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. പറയാൻ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്തവരൊന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് അനുപ്രിയ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് വിത്ത് യു. Yes, ma'am. Preposition to. ഓക്കെ, യൂസ്ഫുൾ പ്രപ്പോസിഷൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. യൂസ്ഫുൾ ആണ്, പറയുന്ന എല്ലാ പ്രപ്പോസിഷനും യൂസ്ഫുൾ ആണല്ലോ. പക്ഷെ ടു കുറച്ചുകൂടെ നമ്മള് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് അല്ലെ. ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അനുപ്രിയോട് ചോദിക്കുക. ഓക്കെ, ക്ലിയർ? അനുപ്രിയ സ്റ്റാർട്ട് ചെയ്തോ. Ma'am. Okay. To preposition. To എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റ്സ് മൂവ്മെന്റ് ടുവേർഡ്സ് എ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ പ്ലേസ് ഓർ പേഴ്സൺ. അതായത് മൂവ്മെന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ അടുത്തേക്കോ ഉള്ളൊരു മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു ദി സ്റ്റോർ. അതായത് അവൻ സ്റ്റോറിലേക്ക് പോയി. അത് എന്താണ് അപ്പൊ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ പ്ലേസിലേക്ക് പോകുമ്പോൾ നമ്മ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണതാണ് ഇവിടെ കാണിക്കുന്നത് ആ മൂവ്മെന്റ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡോഗ് റാൻ ടു ഇറ്റ് ഓണർ, ഒരു പേഴ്സന്റെ അടുത്തേക്ക് പോണത്.
ദ ഡോഗ് റാൻ ടു ഇറ്റ്സ് ഓണർ. ഓണറിന്റെ അടുത്തേക്ക് ആ ഡോഗ് ഓടിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ മനസ്സിലായോ? ഒരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത് അവിടെ ടു എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് ഒരു പേഴ്സന്റെയോ പ്ലേസിന്റെയോ അടുത്തേക്ക്. ഓക്കെ, സെക്കൻഡ് പറയട്ടെ. ദ റിസീവർ ഓർ റെസിപ്പിയന്റ്, അതായത് ഐഡന്റിഫൈസ് ഹൂ ഗെറ്റ്സ് സംതിങ്. ആർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് ആർക്കാണ് കിട്ടിയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷീ സെൻഡ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്. അതായത് അവളുടെ ഫ്രണ്ടിന് ലെറ്റർ അയച്ചു, കത്തയച്ചു. അപ്പൊ ആർക്കാണ് അയച്ചത്? അവളുടെ ഫ്രണ്ടിന്. അതുകൊണ്ട് ഷീ സെൻഡ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്. അതില് ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ആർക്കാണോ അയച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഹി ഹാൻഡഡ് ദ കീസ് ടു ദ മാനേജർ. സെക്കൻഡ് എക്സാമ്പിൾ ആണ്. ഹി ഹാൻഡഡ് ദ കീസ് ടു ദ മാനേജർ. അതായത് അവൻ കീ മാനേജർക്ക് കൈമാറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി തേർഡ്, ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് പർപ്പസ് അല്ലെങ്കിൽ ഇന്റൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ബിഫോർ എ വെർബ് ടു ഷോ വൈ ഓർ വാട്ട്. ഇതെന്താണ്? ടു യൂസ് ചെയ്യുന്നത് എന്തൊരു വെർബിന് മുന്നായിട്ട്. എന്തിനാണോ എന്തുകൊണ്ടാണ് എന്നുള്ള ആൻസർ കിട്ടുന്ന. അതായത് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഐ കെയിം ഹിയർ ടു ലേൺ. ഇവിടെ എന്തിനാണ് പർപ്പസ്? എന്താണ് അവിടുത്തെ പർപ്പസ്? പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പർപ്പസ്. അതായത് ഐ കെയിം ഹിയർ ടു ലേൺ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേൺ ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ടു യൂസ് ചെയ്യുന്നു. അടുത്തൊരു എക്സാമ്പിള്, ഹി നീഡ്സ് ടു ഫിനിഷ് ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞോട്ടെ, ചോദിച്ചോട്ടെ? ഞാനും ഈ ടു ആണ് നോക്കിയത്. അപ്പൊ ഞാൻ ഇതിൽ കണ്ടത് വെർബിന് മുന്നേ നമ്മൾ ടു യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രപ്പോസിഷൻ ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഐ വാണ്ട് ടു ലേൺ എന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വെർബാണല്ലോ. അപ്പൊ അതിന് മുന്നേ ടു നമ്മൾ വെക്കുകയാണെങ്കിൽ അതൊരു പ്രപ്പോസിഷൻ ആയിട്ട് കണക്കാക്കില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയത്. അതില് ഏതാണ് ശരി എന്നൊരു ഡൗട്ട്. മാം ഒന്ന് പറഞ്ഞില്ലേ അത്? ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് വേണ്ട കേട്ടപ്പോ ആ എക്സാമ്പിൾ വേണ്ട. അപ്പൊ ഹി നീഡ്സ് ടു ഫിനിഷ് ഹിസ് ഹോംവർക്ക്, അത് കുഴപ്പമുണ്ടോ? അതും വെർബല്ലേ. അനെന്തായാലും പറഞ്ഞു. എന്തായാലും മാം അത് ക്ലിയർ ചെയ്യല്ലോ. ഞാനിത് ഇങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് അപ്പൊ എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ ചോദിച്ചേ ഉള്ളൂ. അനെന്തായാലും എന്താണോ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞോ. ഞാനിത് കണ്ട് അന്ന് ഞാൻ നെക്സ്റ്റ് പോയിന്റ് പറയാം. ആ പർപ്പസുമായി അത് നമുക്ക് അവിടെ ഡൗട്ട് ആയിട്ട് മാമിനോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ്, കണക്ഷൻ ഓർ റിലേഷൻഷിപ്പ്. അതായത് ബന്ധത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ലിങ്കിങ് തിങ്സ് ഓർ പീപ്പിൾ, അതായത് വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കാനും, അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ടു യൂസ് ചെയ്യുന്നുണ്ട്. ദ കീ ടു ദി ലോക്ക്, ആ ലോക്കിന്റെ കീ. അതേമാതിരി ഷീ ഈസ് മാരീഡ് ടു ആൻ ആർട്ടിസ്റ്റ്, അതായത് അവൾ ആരെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്? ഒരു ആർട്ടിസ്റ്റിനെയാണ്. അപ്പൊ ആ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞു, എന്തോ കട്ടായി പോയി ഇടയ്ക്ക്. ഷീ ഈസ് മാരീഡ് ടു ആൻ ആർട്ടിസ്റ്റ്, അതായത് അവള് ആർട്ടിസ്റ്റിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ പറയണത്. ആ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ചേഞ്ച് ഓർ റിസൾട്ട്, അതായത് മാറ്റത്തിനെയും അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്കം അതിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു.
ദ വെജിറ്റബിൾസ് വേർ കുക്ക്ഡ് ടു പെർഫെക്ഷൻ. അതായത് ആ വെജിറ്റബിൾ നല്ല പെർഫെക്ഷനോടുകൂടി കുക്ക് ചെയ്യുന്നു. അടുത്ത എക്സാമ്പിൾ, ദ ലെറ്റർ റെഡ്യൂസ്ഡ് ഹെർ ടു ടിയേഴ്സ്. അതായത് ആ ലെറ്റർ അവളെ സങ്കടത്തിലാക്കി. അവിടുത്തെ ആ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ വായിച്ചപ്പോൾ എന്താണ്, അവൾക്ക് സങ്കടം വന്നു. അതേമാതിരി ആ വെജിറ്റബിൾ കുക്ക് ചെയ്തത് നല്ല പെർഫെക്ഷനോടെയാണ്. അപ്പൊ ആ റിസൾട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് എക്സാമ്പിൾ. ദ ലെറ്റർ റെഡ്യൂസ്ഡ് ഹെർ ടു ടിയേഴ്സ്. ഓക്കെ, അടുത്ത ടൈം. ടൈമിന് ഷോയിങ് എ പോയിന്റ് ഇൻ ടൈം ഓർ ഡ്യൂറേഷൻ. ഒരു ടൈം കാണിക്കാൻ അല്ലെങ്കിൽ കാലയളവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇറ്റ്സ് 5 to 10. അതായത് 5 minutes before 10. 10ന് 5 മിനിറ്റ് മുൻപ് എന്ന് കാണിക്കാൻ, ആ ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അതേമാതിരി ഫ്രം മൺഡേ ടു ഫ്രൈഡേ. അത് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് കാണിക്കാൻ, ആ കാലയളവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് അഡ്ജക്റ്റീവ് ഓർ ചില വേർഡ്സിന്റെ കൂടെ സെർട്ടൻ വേർഡ്സ് ഓൾവേസ് പെയർ വിത്ത് ടു. ചില വേർഡ്സിന്റെ കൂടെ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ, ഐ ആം അഡിക്റ്റഡ് ടു കോഫി. ഞാൻ കോഫിക്ക് അഡിക്റ്റഡ് ആണ്. അതേമാതിരി ദേ ആർ സിമിലർ ടു ദി ഓൾഡ് മോഡൽ. അവ എന്താണ്, പഴയ മോഡലുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് എന്ന് കാണിക്കുക. ചില വേർഡ്സിന്റെ കൂടെ ടു എന്ന പ്രിപ്പോസിഷൻ പെയർ ചെയ്തും വരാറുണ്ട്. ക്ലിയർ ആണോ? ലാസ്റ്റ് എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. ദേ ആർ സിമിലർ ടു ദി ഓൾഡ് മോഡൽ. ഓക്കെ ആണോ? എഴുതിയെടുക്കണോ അല്ലെങ്കിൽ ഇല്ല, ലെക്ചർ നോട്ട്സ് എഴുതിയിടാം പോരെ. മതിയോ? മനസ്സിലായോ എല്ലാവർക്കും? എന്റെ ഒപ്പീനിയൻ ആണ്, ബാക്കിയുള്ളവരെന്താ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഇത് മാത്രമേ പ്രിപ്പയർഡ് ആയിട്ടുള്ളൂ. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട് ചെയ്തണം. ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അയച്ചിടാം. ഓക്കെ മിസ്. ഓക്കെ, സോ ടു പ്രിപ്പോസിഷൻ നമ്മൾ കോമൺലി എവിടേക്കാണ് യൂസ് ചെയ്യാറ്? എന്താണ് മനസ്സിലായത്? ഇപ്പം ഒരു ഡയറക്ഷൻ അല്ലെ, ഒരു ഡയറക്ഷൻ പറയാനായിട്ട് നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക. അപ്പോ ഐ എം ഗോയിങ് ടു ദ ഷോപ്പ്, അല്ലെ, ഐ ഗോ ടു ദ ഷോപ്പ് എന്ന് പറയാം. ഒരു ഡയറക്ഷൻ കാണിക്കാനായിട്ട് ടു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. പിന്നെ വെർബിന് മുന്നിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. വെർബിന് മുന്നിൽ യൂസ് ചെയ്യാറുണ്ട്. അതൊരു പേർപ്പസ് ആയിരിക്കും. ഇപ്പോ ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോ അതിനിപ്പോ ഒരു ആവശ്യമാണല്ലോ, അത് പേർപ്പസ് ആണല്ലോ, പഠിക്കുക എന്നൊരു പേർപ്പസ് ആണല്ലോ വരുന്നത്. അപ്പോ വെർബിന് മുന്നിൽ നമുക്ക് പ്രിപ്പോസിഷൻ ടു യൂസ് ചെയ്യാം. അത് പ്രിപ്പോസിഷൻ തന്നെ ആയിട്ടാണ് ചില കേസസിൽ കണക്കാക്കാം. പക്ഷെ ഹാവ് ടു എന്നൊക്കെ പറയുന്നത്, ഹാവ് ടു എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്രേസ് പോലെയാണ്. ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ് അവിടെ ഹാവ് ടുവിന് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ സം കേസസിൽ അത് പ്രിപ്പോസിഷൻ ആയിട്ടും സം കേസസിൽ ഒരു ഫ്രേസ് ആയിട്ടും മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അല്ലാതെ കംപ്ലീറ്റ്ലി അത് പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരു പേർപ്പസ് ആയിട്ടാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. അതുപോലെ ഡയറക്ഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എവിടേക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാല്, ഇപ്പോ നമുക്ക് മൊഡാൽ വെർബ് ഉണ്ടല്ലോ, നമ്മുടെ മൊഡാൽ വെർബിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് ഹാവ്, ഇതൊക്കെ പറയുന്നത് മൊഡാൽ വെർബ് ആണ്. ക്യാൻ, മസ്റ്റ്, മേ, മൈറ്റ്, ഇതൊക്കെ മൊഡാൽ വെർബ്സ് ആണ്. വില്ല്. സോ അതിന്റെ മുന്നിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിന്റെ കൂടെ ആണെങ്കിലും മുന്നിൽ മീൻ ഇപ്പോ ഐ ക്യാൻ ടു ഗോ, ശേഷം ഒന്നും നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല. ഐ ക്യാൻ ടു ഗോ, ഐ വിൽ ടു ഗോ, അതിന് ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ഒന്നും മൊഡാൽ വെർബിന്റെ കൂടെ ഒന്നും നമ്മുടെ പ്രിപ്പോസിഷൻ ടു യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ജെറഡ് മീൻസ് ing ഫോം വരുന്ന നൗൺസ് ആണ്.
സോ അതിന്റെ കൂടെയും നമ്മൾ പ്രപ്പോസിഷൻ ഈ പറയുന്ന ടു യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? മനസ്സിലായോ? അതർവൈസ് പോയട്രി പറഞ്ഞതെല്ലാം ഓക്കെ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കേട്ടോ? ഡൗട്ട് ക്ലിയർ ആയോ? any ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാം, ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ. സോ ഇനി ആരാണ് നെക്സ്റ്റ്? ലുബ്ന. യെസ് മാം. ഞാൻ നോട്ട് ചെയ്തത് ടൂവും പിന്നെ ഫ്രമും ആണ്. ടു അനുപ്രിയ പറഞ്ഞു, അപ്പോ ഫ്രം എടുക്കാം. നമ്മൾ പ്രപ്പോസിഷൻ ഫ്രം യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഒറിജിൻ, അതായത് പ്ലേസ്, പേഴ്സൺ, എവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ പറയുമല്ലോ. അപ്പോൾ പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, ഒരു സ്ഥലത്ത് നിന്നാവാം, അല്ലെങ്കിൽ ഒരാളിൽ നിന്നാവാം. അപ്പൊ നമ്മൾ ഒറിജിൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫ്രം യൂസ് ചെയ്യും. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതൊരു ടൈം ആവാം, ഒരു പ്ലേസ് ആവാം, ഒരു ലെവൽ ആവാം. അപ്പൊ ഒരു ടൈമിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ യാത്ര ഒരു ടൈമിന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ലെവൽ പറയുമല്ലോ നമ്മള്, ഒരു എന്താ പറയാ 10 to 20, അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഒരു ലെവൽ വെച്ചിട്ട് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആ ലെവൽ പറയുമ്പോൾ നമ്മൾ അവിടെ ഫ്രം യൂസ് ചെയ്യും. അല്ലെങ്കിൽ പ്ലേസ്, നമ്മളൊരു യാത്ര ഇന്നടത്തുനിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ പ്ലേസ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ഒരു റീസൺ പറയുന്നിടത്ത് നമ്മൾ ഫ്രം യൂസ് ചെയ്യും. പിന്നെ സെപ്പറേഷൻ അല്ലെങ്കിൽ റിമൂവ് എന്ന് പറയുന്ന ഒരു ഇതിലും നമ്മൾ യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ മെറ്റീരിയൽ, അതായത് ഇപ്പൊ നമ്മൾ ഒരു മെറ്റീരിയലിൽ നിന്ന് വേറൊന്നും ഉണ്ടാക്കി എന്ന് പറയുമല്ലോ, അത്തരം സന്ദർഭങ്ങളിൽ ഫ്രം യൂസ് ചെയ്യും. പിന്നെ ഡിഫറൻസ്, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒറിജിൻ എന്ന് പറഞ്ഞ സോഴ്സ്, അപ്പൊ അത് പറയുന്നത് വേർ സം വൺ ഓർ സംതിങ് കംസ് ഫ്രം, അതായത് ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ എവിടെ നിന്നാണോ വരുന്നത് എന്നർത്ഥത്തിൽ. അതിന് എക്സാമ്പിൾ പറയാണ് ഷീസ് ഫ്രം കാനഡ, അവൾ കാനഡയിൽ നിന്നാണ്. ഷീസ് ഫ്രം കാനഡ. അപ്പൊ ഒരു പ്ലേസ് ആണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തിങ് ആണെന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഈസ് ഫ്രം മൈ ഫ്രണ്ട്, ആ ഗിഫ്റ്റ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ്. നമ്മൾ അവിടെ മെൻഷൻ ചെയ്തത് ഒരു തിങ് ആണ്. മുന്നേ പറഞ്ഞ എക്സാമ്പിളിലെ ഒരു പ്ലേസ് ആണ് പറഞ്ഞത്, ഷീ ഈസ് ഫ്രം കാനഡ. നെക്സ്റ്റ് ദിസ് ഗിഫ്റ്റ് ഈസ് ഫ്രം മൈ ഫ്രണ്ട്, അവിടെ നമ്മൾ ഫ്രം യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറഞ്ഞ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ദ ബിഗിനിങ് ഓഫ് എ പീരിയഡ്, ജേർണി ഓർ സ്കെയിൽ, അതായത് ഒരു യാത്രയുടെ തുടക്കമാവാം, അല്ലെങ്കിൽ ഒരു പീരിയഡിന്റെ തുടക്കമാവാം, അല്ലെങ്കിൽ ഒരു അളവിന്റെ തുടക്കമാവാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാണ് ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഫ്രം 10 to 6 PM, അതായത് ആ സ്റ്റോറ് 10 മണി തൊട്ട് 6 മണി വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രം 10 to 6 PM. അപ്പൊ നമ്മൾ അവിടെ ഒരു ടൈമിനെയാണ് മെൻഷൻ ചെയ്തത്. അതുപോലെ പറയാണ് പ്രൈസസ് സ്റ്റാർട്ട് ഫ്രം ₹20, അതിന്റെ വില തുടങ്ങുന്നത് 20 രൂപയിൽ നിന്നാണ്. അതുപോലെ നമുക്ക് പറയാം ഹി വർക്ക് ഫ്രം മോർണിംഗ് അൺടിൽ നൈറ്റ്, അപ്പൊ നമ്മളോട് പറയാം രാവിലെ മുതൽ രാത്രി വരെ എന്നുള്ള അർത്ഥത്തിൽ അവിടെ നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒറിജിൻ പറഞ്ഞല്ലോ, ഇപ്പൊ പ്ലേസ്, പേഴ്സൺ, അതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽക്ക് ഈസ് ഒബ്റ്റെയിൻ ഫ്രം സിൽക്ക് വർക്ക്, സിൽക്ക് കിട്ടുന്നത് സിൽക്ക് വർക്സിൽ നിന്നാണ് നമുക്ക് സിൽക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ടൈമിന്റെ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ദ മ്യൂസിക് ഫ്രം യെസ് ഹലോ, സിൽക്കിന്റെ എക്സാമ്പിൾ ഒന്ന് പറയോ? സിൽക്ക് ഈസ് ഒബ്റ്റെയിൻ ഫ്രം സിൽക്ക് വർക്സ്, സിൽക്ക് വർക്സിൽ നിന്നാണ് നമുക്ക് സിൽക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ ഒറിജിൻ. അടുത്ത ടൈമിന്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണ് ദ മ്യൂസിക് സിൽക്ക് നെക്സ്റ്റ് ദ മ്യൂസിക് ഈസ് ഫ്രം ദി 1980s, ആ മ്യൂസിക് 1980s നിന്നാണ്. ഇനി നമ്മൾ റീസൺ പറയുകയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് റീസൺ ഫോർ ആൻ ആക്ഷൻ, ഫീലിംഗ് ഓർ എ സ്റ്റേറ്റ്, അതൊരു ആക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു അവസ്ഥയാവാം. അതിന് എക്സാമ്പിൾ പറയാം ഹി സഫേഴ്സ് ഫ്രം കോൾഡ്, പനിയിൽ നിന്ന് സഫർ ചെയ്യുകയാണെന്ന് പറയല്ലോ. ഷീ ഗോട്ട് റിച്ച് ഫ്രം ഇൻവെസ്റ്റിംഗ്, അവൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും അവൾ റിച്ചായി. അതിന് കാരണം, നമ്മൾ ഒരു അവസ്ഥയിൽ എത്തുന്നതിന്റെ കാരണം എന്താണോ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. അതുപോലെ പറയാണ് ലിയോ സഫേഴ്സ് ഫ്രം അലർജീസ്, അവൻ അലർജിയിൽ നിന്നും സഫർ ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ?
നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സെപ്പറേഷൻ. കുറച്ച് സ്പീഡ് കൂടുതലാണ്, കുറച്ച് നല്ല പറഞ്ഞു. സംസാരത്തിന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് സെപ്പറേഷൻ നോക്കുകയാണ്. അപ്പൊ ടു ടേക്ക് എവേ ഫ്രം സംതിങ്, അതായത് ഒന്നിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോവുക, സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള അർത്ഥത്തില് നമ്മൾ ഫ്രം യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ പറയാണ്, ദേ റിമൂവ് ദി സ്റ്റിക്കർ ഫ്രം ദി വാൾ. ചുമരിൽ നിന്ന് സ്റ്റിക്കർ റിമൂവ് ചെയ്തു, ഒന്നിൽ നിന്ന് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തില്. അല്ലെങ്കിൽ പറയാണ് ഹി എസ്കേപ്ഡ് ഫ്രം പ്രിസൺ, അവൻ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു, ഒന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് വാട്ട് സംതിങ് ഈസ് മെയ്ഡ് ഓഫ്, അതായത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എവിടെ നിന്നാണ്. ദ സ്റ്റാച്ചു അല്ല എ സ്റ്റാച്ചു ഫ്രം ബ്രോൺസ്, അതിന് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. പിന്നെ ഡിഫറൻസ് പറയാന് ടു ഷോ കോൺട്രാസ്റ്റ്, അതായത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്ന് പറയാം. ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് വൺ, അല്ലെങ്കിൽ ഐ ആം ഡിഫറെന്റ് ഫ്രം യു, യുവേഴ്സ് എന്ന് പറയാം. ഞാൻ നിന്നിൽ നിന്ന് വ്യത്യസ്തയാണ് എന്ന് പറയാൻ നമുക്ക് ഫ്രം യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡയറക്ഷൻ പറയാട്ടെ. അപ്പൊ നമ്മൾ ദ ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം ദി നോർത്ത്, ദ ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം ദി നോർത്ത്, ബേർഡ്സ് നോർത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് എന്ന് പറയും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ദ ഫ്ലൈറ്റ് ലീവ്സ് ഫ്രം ദി എയർപോർട്ട്, അത് നമ്മുടെ ഡിപ്പാച്ചർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്നുമാണ് പുറപ്പെട്ടത്. ദ ഫ്ലൈറ്റ് ലീവ്സ് ഫ്രം ദി എയർപോർട്ട്. പിന്നെ അന്ന് സിൻസ് പറഞ്ഞപ്പോ സുബി എന്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, നമുക്ക് സിൻസ് യൂസ് ചെയ്യുന്നിടത്ത് ഫ്രം എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ സെർച്ച് ചെയ്തപ്പോ അതിൽ കണ്ടത് ഫ്രം ഡിനോട്ട് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എൻ ആക്ഷൻ ഓർ ഇവന്റ്. ഫ്രം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ആണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ സിൻസ് എന്ന് പറയുമ്പോൾ സിൻസ് ഡിനോട്ട് എ പീരിയഡ് ഇൻ ദി പാസ്റ്റ് ടു ദി പ്രസന്റ് ഓഫൺ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് സിൻസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫ്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, പക്ഷെ ആ കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഐ ഹാവ് ബീൻ ഹിയർ ഫ്രം 2 PM. നമുക്ക് പറയാം ഞാൻ 2 മണി തൊട്ട് ഇവിടെയുണ്ട്. അത് ഫ്രമിന് ഒരു എക്സാമ്പിൾ ആണ്. അതേ എക്സാമ്പിള് നമുക്ക് സിൻസിൽ പറയുമ്പോൾ ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2 PM എന്ന് പറയാം. പക്ഷെ 2 മണി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഇവിടെയാണ് എന്നൊരു അർത്ഥം വരികയാണെങ്കിൽ മാത്രമേ അവിടെ സിൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 മണി തൊട്ടേ ഞാൻ ഇവിടെ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്രം യൂസ് ചെയ്യാം. ഐ ഹാവ് ബീൻ ഹിയർ ഫ്രം 2 PM. അത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രം അവിടെ സിൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2 PM. അങ്ങനെ പറയുകയാണെങ്കിൽ ഐ ആം സ്റ്റിൽ ഹിയർ എന്നൊരു അർത്ഥം കൂടി അവിടെ വേണം. അതാണ് ആ ഫ്രമും സിൻസും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ലുബ്ന പറഞ്ഞു വരുന്നത് ഫ്രോം പറയുമ്പോൾ നമുക്ക് ഇപ്പൊ അവിടെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഷോർട്ട് ഇല്ല. പക്ഷെ ആ സമയം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ പോയിരിക്കാം, പക്ഷെ നമുക്ക് സ്റ്റിൽ അവിടെ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സിൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2 PM എന്ന് പറയണമെങ്കിൽ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റണം. സീൻസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ നമ്മൾ ടെൻസ് പഠിച്ചേ പറ്റൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് പഠിക്കുമ്പോഴാണ് കുറച്ച് ക്ലിയർ ആകുക. ഓക്കെ, ഞാനിപ്പോ ഇതിങ്ങനെ നോക്കിയപ്പോഴും ഇങ്ങനെ കണ്ടു സിൻസും ഫ്രമും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ സുബി ചോദിച്ച ഡൗട്ട് ഓർമ്മ വന്നുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചതാ. അത് ടെൻസുമായിട്ട് കണക്ട് ചെയ്താണോ സിൻസ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും ഡൗട്ട് കൂടാൻ ചാൻസ് ഇല്ല, കാരണം ടെൻസ് അവിടെ പറയേണ്ടി വരും. അതായത് പെർഫെക്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ടെൻസ് പറയുമ്പോൾ അത് ക്ലിയർ ആവും. നിങ്ങൾക്ക് ടെൻസ് പഠിക്കുന്ന ടൈമിൽ എല്ലാം ക്ലിയർ ആവും. ഓക്കെ, ഏകദേശം മനസ്സിലായല്ലോ ഫ്രമും സിൻസ് നമ്മുടെ ഡിഫറൻസ്. ഇപ്പൊ ലുബ്ന പറഞ്ഞപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ കേട്ടോ.
അത്രേ ഉള്ളൂ മാം. ഞാൻ പിന്നെ 2 ആണ് നോക്കിയത്. അതിപ്പോ അനു പറഞ്ഞല്ലോ, 2 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. Yeah, okay. അപ്പൊ പ്രപ്പോസിഷൻ ക്ലിയർ ആയല്ലോ, ഫ്രം മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലാലോ? ഓക്കെ. സുബി പറയൂ. മാം, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻടു, പിന്നെ നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഡാൻ. അപ്പൊ ഞാൻ ഡാൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ബേസിക്കലി ഡാൻ നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഡാൻ ഫങ്ഷൻസ് ആസ് ബോത്ത് as a conjunction and a preposition. Okay, so as an example, he is older than you. Okay, so in that case, like namlu rendu vaakukal namakku oru comparison parayanayita namlu word than use cheyyunnathu. As an example, she is taller than her brother. So adanathu namlu compare cheyyunnundu, means orale മറ്റൊരാളെ നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുന്നത്, അവരുടെ ഹൈറ്റ് കമ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അവിടെ ദാൻ എന്ന് പറഞ്ഞ ഒരു ജോയിനിങ് വേർഡ് ഒരു പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ പറയാനുള്ളത്, ഹി ഹാസ് മോർ ദാൻ 200 ബുക്സ്. അവിടെ നമ്മൾ ഒരു എസ്റ്റിമേറ്റ്, ഒരു എക്സെപ്ഷൻ പറയാ, അവന്റെ അടുത്ത് ഇത്രയും ബുക്സ്, മീൻസ് ഇതിനേക്കാളും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ട്. അവിടെയും നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ, സ്പെസിഫിക് നമ്മൾ പറയുവാണെങ്കിൽ, യു ഷുഡ് നോ ബെറ്റർ ദാൻ ഐ ആസ്ക്. ഞാൻ ചോദിക്കുന്ന മുമ്പേ നീ പറയണം. അപ്പൊ അവിടെയും നമ്മൾ പറയുന്നത് എന്താ, മീൻസ് ചോദിക്കുന്ന മുമ്പേ പറയണം. നമ്മൾ അവിടെയും കമ്പയർ ചെയ്യും, ഞാൻ ചോദിക്കുന്ന മുമ്പേ നീ എന്നോട് ആ കാര്യം പറയണം. അവിടെ നമ്മൾ ലിങ്ക് ചെയ്യുക രണ്ട് ഡിഫറെന്റ് വേർഡ്സിന്, ഡിഫറെന്റ് കോൺസെപ്റ്റിന്. ആസ് എൻ എക്സാമ്പിൾ, ഇപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഷീ ലൈക്സ് മോർ ദാൻ ഐ, മീൻസ് അവള് എന്നെക്കാളും കൂടുതൽ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സ്നേഹത്തിന് വേണ്ടി കമ്പയർ ചെയ്യുക. ഇഷ്ടം മീൻസ് ആരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇൻഫോം ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഐ തിങ്ക് ദാൻ വേർഡ് ക്ലിയർ ആയി കാണും. രണ്ടാമത്തെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻടു into again, if it is a preposition, shows the movement into the inside of something. Means into word നമ്മളുടെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഏതെങ്കിലും ഉള്ളിൽ ഉള്ള കാര്യത്തിന്റെ കാര്യം പറയാനായിട്ട് into specific preposition നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, as an example, she walked into the house, means അവള് വീടിന്റെ ഉള്ളിലോട്ട് പോയി. As in second example, pour the milk into the glass. പാല് ഗ്ലാസ്സിനകത്ത് ഒഴിക്കുക. അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് പറയാനായിട്ടും നമ്മൾ ഇൻടു വേർഡ് യൂസ് ചെയ്യും. മിൽക്ക് ഇൻ ദ ഗ്ലാസ് എന്ന് പറയുമ്പോഴും ഇൻടു ദ ഗ്ലാസ് എന്ന് പറയുമ്പോഴും ഡിഫറൻസ് ഉണ്ടോ? ഇൻടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിനകത്ത് സ്പെസിഫിക് ഒരു കാര്യം നമ്മൾ സ്പെസിഫിക് പറയുക. ഐ പോർ എന്തോ മിൽക്ക് ഇൻ ദി ഗ്ലാസും പറയാം, നമുക്ക് ഇൻ ടു ദി ഗ്ലാസും പറയാം. കറക്റ്റ് അല്ലേ മാം? മീനിങ് ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല, സെയിം മീനിങ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ സെന്റൻസ് പറയുമ്പോൾ ഐ പോർ മിൽക്ക് ഇൻ ദി ഗ്ലാസ്, ഐ പോർ മിൽക്ക് ഇൻ ടു ദി ഗ്ലാസ്. നമുക്ക് ഒരു കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഇൻ ടു വേർഡ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ മാം? യൂസേജ് എങ്ങനെയാ വരുന്നത്? ഇൻടു മാം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ pour the milk into the glass. ഇത് നമ്മൾ ഓർഡറിംഗ് ടോണിലാണ് പറയുന്നത്, പാല് ഗ്ലാസ്സിനകത്ത് ഒഴിക്കുക. Okay.
ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ എന്റെ അടുത്ത് വന്നത് ഐ പോർ മിൽക്ക് ഇൻ ദി ഗ്ലാസ്. അപ്പൊ അത് നമ്മൾ സ്പെസിഫിക്കലി പറയാം, ഞാൻ അത് ചെയ്തു. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് കൊണ്ട് വളരെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല. പക്ഷെ ഇൻടു മീൻസ് ഒഴിക്കുക, അതിലേക്ക് ഉള്ളിലേക്ക് എന്നൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ തോന്നുന്നു കുറച്ചൊരു ബെറ്റർ ആയിട്ട് അവിടെ ഇന്ത ആണ് കുറച്ചൊരു ബെറ്റർ. എന്താ പറഞ്ഞ സെൻസ് എന്തായിരുന്നു? ക്ലാസ് അങ്ങനെയാണോ? സെന്റൻസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, പോർ ദി മിൽക്ക് ഇൻ ടു ദി ഗ്ലാസ്. അതർ സെന്റൻസ് നമുക്ക് വന്നത് ഐ പോർ മിൽക്ക് ഇൻ ദി ഗ്ലാസ്. സെക്കൻഡ് ആയിരിക്കും കുറച്ചൊരു ബെറ്റർ. ഓക്കെ, പക്ഷേ പോർ ദി മിൽക്ക് ഇൻ ടു ദി ഗ്ലാസ് ഇറ്റ്സ് ആൻ ഓർഡറിംഗ് ടോൺ. നമ്മൾ ഒരാളെ ഡിമാൻഡ് ചെയ്യുക, അത് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ വളരെ വലിയ മിസ്റ്റേക്സ് ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷിനെ കുറിച്ചും അത്യാവശ്യം പ്രിപ്പോസിഷനെ കുറിച്ചും അറിയാവുന്ന ഒരാൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അതർവൈസ് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആസ് എ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രണ്ട് ടേംസ് ആയിട്ടും യൂസ് ചെയ്യാം. അത് ടോട്ടലി ഡിപെൻഡ് ചെയ്യും അതിന്റെ സെന്റൻസിന്റെ ടോണും കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന്. പക്ഷെ രണ്ടും കറക്റ്റാ. അതാണ് ഇപ്പോ ചില വേർഡ്സ് സെന്റൻസിന് ബേസ് ചെയ്തിരിക്കുന്ന മീനിങ് ചേഞ്ച് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പല രീതിയിലാണ് സെന്റൻസിന് എങ്ങനെയാണോ സെന്റൻസിൽ ആ വേർഡ് വന്നിരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുന്ന ആ ഒരു മീനിങ് ആയിരിക്കില്ല ആ സെന്റൻസിൽ വരുമ്പോ ആ വേർഡിന്റെ മീനിങ് മാറ്റങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെയാണ് ഏത് കൈൻഡ് ഓഫ് വേർഡ്സ് ആയിക്കോട്ടെ, പ്രപ്പോസിഷൻ ആയിക്കോട്ടെ, ആ സെന്റൻസിന് ബേസ് ചെയ്തിട്ട് തന്നെ മീനിങ്ങിൽ ചേഞ്ചസ് വരും. ഓക്കെ, അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ക്ലിയർ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തു. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ടു സ്പാനിഷ്. മീൻസ് അപ്പൊ നമ്മൾ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അതൊരു ലാംഗ്വേജാ, നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും ആ വേർഡ് യൂസ് ചെയ്യാം. ഇൻ ടു ട്രാൻസ്ലേറ്റ് മീൻസ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു സ്പാനിഷ് ഓർ അതർ ലാംഗ്വേജ്. അതും നമ്മൾ ഇൻ ടു വേർഡ് ആസ് എൻ പ്രിപ്പോസിഷൻ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ മീൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമുക്കത് യൂസ് ചെയ്യാം. ആസ് എൻ ഹീസ് റിയലി ഇൻടു ജാസ് മ്യൂസിക്. മീൻസ് അത് ഒരു പർട്ടിക്കുലർ മ്യൂസിക്കിൽ അവനോട് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ്. സെക്കൻഡ് എക്സാമ്പിൾ, they are into yoga mood. Means അവർ ഒരു യോഗയുടെ ആ ഒരു കാര്യത്തിന്റെ മൂഡിലാണ്, യോഗ ചെയ്യാനുള്ള താല്പര്യമുള്ള സിറ്റുവേഷനിലാണെന്ന്. അതർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ദി കാർ crushed into the fence. മീൻസ് ആ കാറ് ഫെൻസിംഗില് ഹിറ്റ് ചെയ്തു. മീൻസ് ആ ഫെൻസിംഗിലോട്ട് ഹിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും ദി കാർ crushed into the fence. അതർ എക്സാമ്പിൾ നമുക്ക് പറയാനത് ദേ ran into the store. അവർ ഒരു സ്റ്റോറിന്റെ ഉള്ളിലോട്ട് ഓടിപ്പോയി. അപ്പം അങ്ങനെയും നമുക്കൊരു ഇൻ ടു വേർഡ് ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാം. ഇൻ ഷോർട്ട്, നമ്മൾ ഇൻ ടു വേർഡ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നത്, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ ടു വേർഡ് യൂസ് ചെയ്യാം. അതിനകത്ത് നമ്മളുടെ ലൈക്ക് മോഷൻസ് ആയിരിക്കാം, നമ്മളുടെ ചേഞ്ചസ് ആയിരിക്കും, നമ്മളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാം. നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇൻ ടു സ്പെസിഫിക് വേർഡ് ആസ് എൻ പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, ഐ ബിലീവ് ആർക്കും ഡൗട്ട് ഇല്ല. അപ്പൊ ഞാൻ രണ്ട് പ്രിപ്പോസിഷൻസ് റെഡി ആക്കിയത്. ഇൻടുയും ഞാൻ റെഡി ആക്കിയത്, അത് ഞാൻ പറഞ്ഞു. Okay, അപ്പോൾ into then മനസ്സിലായല്ലോ. That means can be
കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഒരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ നല്ല കുട്ടികളാണ്, ഞങ്ങൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലേ. ഓക്കെ, ടെക്സ്റ്റ് മാത്രം മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് പുറമെയുള്ള നോളജ് ഒന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പ്രപ്പോസിഷൻ ആയിക്കോട്ടെ, പ്രപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് ഒരു ലാംഗ്വേജ് സംസാരിക്കണമെങ്കിൽ പറയുന്ന പ്രപ്പോസിഷൻ വളരെയധികം അത്യാവശ്യമാണ്. നമ്മള് ഒരു സെന്റൻസ് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും അവിടെ പ്രപ്പോസിഷൻ, നമ്മൾ എത്ര പ്രപ്പോസിഷൻ യൂസ് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കട്ടെ നമ്മുടെ ടെക്സ്റ്റില്. ഓക്കെ, കുറച്ചുണ്ട്, അത്യാവശ്യം കുറച്ച് കൊടുത്തേ ഉള്ളൂ ടെക്സ്റ്റില്. ഒരുപാട് പ്രപ്പോസിഷൻ കൊടുത്താൽ ഒരു ടെക്സ്റ്റ് തന്നെ വേണ്ടി വരും, മനസ്സിലായത്? കുറച്ച് പ്രപ്പോസിഷൻ മാത്രം ആ ചാപ്റ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, അതെല്ലാം മാക്സിമം അറിയാൻ നോക്കാം. ഓക്കെ, സോ ഞാൻ എമംഗ് ബിറ്റ്വീൻ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നോ? ഇല്ല മാം. ഓക്കെ, ബിറ്റ്വീൻ എന്താണെന്ന് പഠിച്ചല്ലോ. ബിറ്റ്വീൻ എന്താണ്? നമ്മൾ രണ്ട് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾക്ക് ഇടയിൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. അപ്പൊ ബിറ്റ്വീൻ ആയിക്കോട്ടെ എമംഗ് ആയിക്കോട്ടെ രണ്ടിനും സെയിം ഫീലിംഗ് ആണെങ്കിലും ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ആണ് കേട്ടോ. എമംഗ് എന്താണ്? ഇപ്പോ നമ്മൾ പറഞ്ഞു രണ്ട് വ്യക്തികൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ നമുക്ക് എമംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, ഞാൻ രണ്ട് വ്യക്തികൾക്കിടയിലാണ്, രണ്ട് ഗേൾസിനിടയിലാണ് നിൽക്കുന്നത്. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ഗേൾസ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് ആളുകൾക്കിടയിൽ എന്ന് പറയണമെങ്കിൽ അവിടെ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം? ഓക്കെ, രണ്ടിന്റെ മീനിങ് സെയിം ആണ്, ഇടയിൽ തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്, യൂസേജ് വ്യത്യാസം. അപ്പോ ഞാനിപ്പോ ഒരുപാട് ആളുകൾക്കിടയിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയണം. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയണമെങ്കിൽ ബിറ്റ്വീൻ ദ ക്രൗഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്ക് ആണ്. എന്തുകൊണ്ട് മിസ്റ്റേക്ക് വന്നെന്ന് ഒരു ചോദ്യം ചോദിക്കരുത് കേട്ടോ, അതാണോ എനിക്ക് അറിയില്ല. കാരണം സെയിം മീനിങ് തന്നെയാണെങ്കിലും ഇതിന്റെ വ്യത്യാസമാണല്ലോ അല്ലെ. ഇടയിൽ എന്നാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോക്കസ് അവിടെ വ്യത്യാസം വരും. അപ്പോ ഐ സോ ഹിം എമംഗ് ദി ക്രൗഡ് എന്ന് പറയാം. ഞാൻ അവരെ കണ്ടു, കൂട്ടത്തിനിടയിൽ ഞാൻ അവരെ കണ്ടു. ഐ സോ ഹിം എമംഗ് ദി ക്രൗഡ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഒരുപാട് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾക്കിടയിൽ എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എമംഗ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഇതാണ് ബിറ്റ്വീൻ എമംഗ് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെയാണ് രണ്ട് സെക്ഷൻ കണ്ട ഒരുപോലെ തോന്നില്ലോ. ഇത് രണ്ടും നോക്കിയേ, ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. എക്സാമ്പിൾ ഒന്നുമില്ല, എക്സാമ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ I saw him among the crowd, or I saw a bird among the leaves. പറയാം. അപ്പൊ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ് രണ്ടും സെയിം സ്പെല്ലിംഗ് ആണ്. ഒരു എസ് ആഡ് ചെയ്ത് വന്നതേ ഉള്ളൂ, പക്ഷെ സെയിം സ്പെല്ലിംഗ് ആണ്. കണ്ട ഒറ്റനോട്ടത്തിൽ കണ്ടാലോ ഓക്കെ ഒരുപോലെ ഉണ്ടല്ലോ, ഒരുപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കുമെങ്കിലും രണ്ടും ഒരുപോലെയല്ല. ബിസൈഡ് എന്താണ്? ഇൻ അഡീഷൻ ടു നമ്മൾ ബിസൈഡിൽ ഇത് പകരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബിസൈഡ്സ്. അതായത് ബിസൈഡ് എന്ന് പറയുന്നത് അരികെ, അടുത്ത്, നിയർ എന്നൊരു മീനിങ്ങില് ബിസൈഡ് യൂസ് ചെയ്യാം. ബിസൈഡ്സ് എന്താണ്? അത് കൂടാതെ. അത് കൂടാതെ. ഐ നോ ഇംഗ്ലീഷ് ബിസൈഡ്സ് ഫ്രഞ്ച്. ഫ്രഞ്ച് കൂടാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. I have a brother besides a sister. എനിക്ക് സിസ്റ്ററിനെ കൂടാതെ ഒരു ബ്രദറും കൂടി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ബിസൈഡ്സ് അത് കൂടാതെ, ബിസൈഡ് അരികെ. ക്ലിയർ? അത്യാവശ്യം കുറച്ച് പ്രപ്പോസിഷൻസ് പഠിച്ചല്ലോ, ഇനി ബാക്കി നിങ്ങൾ പഠിക്കൂ കേട്ടോ. ഒരുപാടുണ്ട്, പഠിക്കുക. ഓക്കെ, അപ്പോ നമുക്കിപ്പോ കുറച്ച് പ്രപ്പോസിഷൻ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഇൻ, ഓൺ, അറ്റ്, ബിറ്റ്വീൻ, ഫ്രം, ഫോർ, സിൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. പിന്നെ ഇന്ന് ക്ലാസ് എടുത്തത് ടു, ഫ്രം, പിന്നെ ദാൻ, ഇൻടു. ഓക്കെ, ഇത്രയും പ്രപ്പോസിഷൻ. അല്ലാതെ ഞാൻ ബിസൈഡ്സ് പറഞ്ഞു, എമംഗ് പറഞ്ഞു. അപ്പൊ അത്യാവശ്യം പ്രപ്പോസിഷൻസ് കിട്ടിയിട്ടുണ്ട്, കുറച്ച്, അത്യാവശ്യമല്ല കുറച്ച്. അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
അതൊക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. മീൻസ് ഒരു ഡേ ലൈഫ് ആയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് സ്റ്റോറി ആയിട്ടോ എന്തുവാണെങ്കിലും ഏത് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് കുറച്ചധികം സെന്റൻസ് വേണം കേട്ടോ. ഒന്നോ രണ്ടോ സെന്റൻസ് ഒതുക്കാൻ പാടില്ല. എന്തോ എഴുതാം. ഇമാജിനേഷൻ ആകാം, അല്ലെങ്കിൽ നടന്ന സംഭവം ആകാം, അല്ലെങ്കിൽ ഇന്ന് നടന്ന കാര്യമാകാം, അല്ലെങ്കിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യമാകാം, എന്തോ എഴുതാം. ലൈക്ക് സ്റ്റോറി. ഓക്കെ, പക്ഷേ പ്രിപ്പോസിഷൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ച എല്ലാം അല്ലെ, നമ്മൾ പഠിച്ച എല്ലാ പ്രപ്പോസിഷനും അവിടെ ഉണ്ടാകണം. നിങ്ങൾ എഴുതുന്ന സ്റ്റോറീസിൽ പ്രപ്പോസിഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറിയോ ഇതോ ഒരു പാരഗ്രാഫ് ആയിട്ട് സ്റ്റോറി ആയിട്ട് എങ്ങനെ വേണമെന്നൊക്കെ എഴുതാം. ക്ലിയർ? അപ്പൊ മിസ്റ്റേക്സ് വരും, ഗ്രാമർ മിസ്റ്റേക്സ് വരും, ടെൻസ് വൈസ് മിസ്റ്റേക്സ് വരും, ഇതെല്ലാം വരും. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ പ്രപ്പോസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ മാം, ഇത് നമുക്ക് ആക്ടിവിറ്റി ബുക്കിനകത്താണോ, മീൻസ് അതിന് ആക്ടിവിറ്റി ആണോ അതോ ആക്ടിവിറ്റി? ഇതിനകത്ത് ബുക്ക് ഒന്നുമില്ല. എന്റെ ആക്ടിവിറ്റി ഞാൻ തന്നു, ഒരു ക്ലാസ്സിലെ പ്രസന്റ് ആക്ടിവിറ്റി. ഓക്കെ മാം. മീൻസ് എങ്ങും നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മീൻസ് നമ്മളുടെ നോട്ട്ബുക്കിനകത്ത് മാത്രം എഴുതിയാൽ മതിയല്ലോ, നമുക്ക് ഫൈനൽ ആകുമ്പോൾ ആരെ കാണിക്കണ്ടല്ലോ. ഓക്കെ, നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതണം. ആ നോട്ട്ബുക്ക് സൂക്ഷിച്ച് വെക്കുകയും വേണം. മനസ്സിലായല്ലോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിയുമ്പോൾ നോട്ട്ബുക്ക് ഒന്നും നിങ്ങൾക്ക് വായിക്കണമല്ലോ, ചിരിക്കാനുണ്ടാവും ഒരുപാട്. ഓക്കെ, എനിക്ക് അതിന് വേണ്ടി അല്ലാതെ ആക്ടിവിറ്റി ബുക്ക് ഒന്നുമില്ല. ആക്ടിവിറ്റി ബുക്കിലേക്ക് വേണ്ടതൊന്നും ഞാൻ പൊതുവെ പറയാറില്ല കേട്ടോ. ഞാൻ എന്റെ പേഴ്സണലി തോന്നുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഞാൻ തരുന്നത്. അത് നിങ്ങൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എഴുതിക്കോ, കാര്യമായിട്ട് എഴുതിക്കോ, പട്ടത്തിട്ടാതിക്കോളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല, രസമാണ്. ഓക്കെ, നന്നായിട്ട് എഴുതൂ. ടൈം ഉണ്ട്, ക്ലാസ് കഴിയും. അന്നത്തെ കഴിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എഴുതാം, ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വിളിക്കാം. ഓക്കെ, ആലോചിച്ച് എഴുതട്ടോ. നല്ല രസമായിട്ട് ചിലപ്പോൾ ഇമാജിൻ ചെയ്ത് നല്ല രസമല്ലേ. ചുമ്മാ എന്തിനൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാകാം, അത് നടക്കാത്ത കാര്യങ്ങളാകാം, എന്തും ആകാം. ചുമ്മാ ഇമാജിൻ ചെയ്ത് എന്തിനൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഡെയിലി ലൈഫായിട്ടോ നടന്ന സംഭവം ഇപ്പോൾ നടക്കുന്നതായി എന്ത് വേണമെങ്കിലും എന്താണെങ്കിലും എഴുതണം. ഒരു പേജെങ്കിലും ഉണ്ടാകണം. നോട്ട് എഴുതുമ്പോൾ ഒരു പേജെങ്കിലും ഉണ്ടാകണം കേട്ടോ. ഓക്കെ, എഴുതിക്കോളൂ. ഞെട്ടണ്ട, എഴുതണം. ഓക്കെ, എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ട? അടുത്ത ക്ലാസ്സിലോ അതോ ഇപ്പോ? പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ ഇപ്പോ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ റെഫർ ചെയ്യും. എനിക്ക് ഇപ്പോഴും റെഫർ ചെയ്യാൻ സമയമുണ്ട്, പക്ഷെ റെഫർ ചെയ്യും കേട്ടോ. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എഴുതാം. അത് നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഒരു എബിലിറ്റി മനസ്സിലാക്കാം. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്, എഴുതാൻ പറ്റുന്നുണ്ട്, നമ്മൾ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളല്ല ഞാൻ ആക്ടിവിറ്റി തരുന്നത്. സോ അത് മാക്സിമം ചീറ്റ് ചെയ്യാതെ തന്നെ എഴുതാൻ നോക്കുക. പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, വായിച്ചാൽ മതി, ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. സോ എനിക്ക് സംസാരിച്ച സമയക്കണക്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, അനുപ്രിയ, നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈക്ക് സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ജസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് അത് എഴുതാം.
അതില് നമ്മൾ പഠിച്ച എല്ലാ പ്രപ്പോസിഷനും ഇൻക്ലൂഡ് ആയിരിക്കണം, അത് കറക്റ്റ്ലി യൂസ് ചെയ്തിരിക്കുക. അല്ലാതെ ഗ്രാമർ മിസ്റ്റേക്സും ടെൻസ് വൈസ് മിസ്റ്റേക്സും വന്നാലൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ച എല്ലാ പ്രപ്പോസിഷനും അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ എസ് എ പോലെയോ ഒരു സ്റ്റോറി പോലെയോ എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ള പോലെ എഴുതാവുന്നതാണ്. ഓക്കെ.
ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, 12:45 എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്താണ് എഴുതിയത് അത് മാത്രം. അല്ലാതെ നിങ്ങൾ കറക്റ്റ് ആണോ നോക്കണ്ട, അത് കറക്റ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നാൽ മാത്രം അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയണോ, അത് എഴുതണോ അതിനകത്ത്? ഇല്ല, അത് നോർമലി നിങ്ങൾ ആ സ്കൂളിൽ നിങ്ങൾ പറഞ്ഞു പോയാൽ കറക്റ്റ് ആണോ? മാം എല്ലാ പ്രപ്പോസിഷൻസും വേണോ? എല്ലാം വേണം. അതാണ് പ്രശ്നം. ആലോചിക്കൂ, വട്ടത്തിലായിരിക്കൂ, ആ സ്റ്റോറി ആകില്ല, അത് കണക്ഷൻ ഒന്നും ഉണ്ടാകില്ല. പക്ഷെ പ്രപ്പോസിഷൻസിന് വേണ്ടി എഴുതുന്നത് തമ്മിലൊരു ബന്ധം വരുന്നില്ല. വരില്ല. അതാ ഞാൻ പറഞ്ഞ, വായിക്കുമ്പോ നമുക്ക് രസമായിട്ട് തോന്നും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവുന്നില്ല. ചുമ്മാ എന്തൊക്കെയോ കൂട്ടി യോജിക്കാൻ വേണ്ടി നമുക്ക് കഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ചുമ്മാ എഴുതാം. ഓക്കെ മാം, പഠിപ്പിച്ചത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്നാണോ, അതോ ആഡ് ഓൺ നമുക്ക് യൂസ് ചെയ്യാം? പഠിപ്പിച്ചത് ഉണ്ടായിരിക്കാം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ പഠിപ്പിച്ചത് ഉണ്ടായിരിക്കണം, അത്രയോ. അതിന്റെ കൂടെ നമുക്ക് ആഡ് ഓൺ യൂസ് ചെയ്യാം. ചെയ്യാം. ഓക്കെ, ഇത് വേണമെങ്കിൽ, കാരണം ഒരുപാട് പ്രപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ, പക്ഷെ നമ്മൾ പഠിച്ചത് ഉണ്ടാകണം. അതുകൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും റെഡി ആകുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യേണ്ട. കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ എഴുതാം. അല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞ റെഫർ ചെയ്തൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈകിട്ട് ചെയ്താലോ? പറയൂ. സൈൻ ഔട്ട് പറയട്ടെ മാം. ഇന്നത്തെ ക്ലാസ് എടുത്ത് അശ്വതി മിസ്സിന് വളരെ നന്ദി. ഇന്ന് നമ്മൾ പഠിച്ച കുറെ പുതിയ പ്രിപ്പോസിഷന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ മാം തന്ന ആക്ടിവിറ്റി, അതായത് ആ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു കഥ ആയിട്ട്, സ്റ്റോറി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. അപ്പം വിശ്വസിക്കുന്നു എല്ലാവരും കഥകൾ മീൻസ് പ്രസന്റ് ചെയ്യും. താങ്ക് യു മിസ്. എല്ലാരും പ്രസന്റ് ചെയ്യണം കേട്ടോ. നേരത്തെ ഞാൻ ചെയ്തില്ല, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ എഴുതിയില്ല, ഞാൻ കേട്ടില്ല, കണ്ടില്ല, ഒന്നും പറയരുത്. എക്സ്ക്യൂസ് ഒന്നും പാടില്ല കേട്ടല്ലോ. എല്ലാരും പ്രസന്റ് ചെയ്യണം. ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത് കേൾക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. Okay, so see you on next day, next class. Okay, thank you. Thank you, ma'am.